ഓണം സെലിബ്രേഷന് വലിയ കാശ് മുടക്കില്ലാതെ നമുക്ക് പഴയ ടോപ്പ് ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് വെജിറ്റബിൾ പ്രിൻറ്റിങ്ങാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2 കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് 4ആയിട്ട് കട്ട് ചെയ്തിട്ട് ഓരോ ഡിസൈൻസും ഓരോ കിഴങ്ങിനകത്ത് ഞാൻ കാർവ് ചെയ്തെടുക്കുകയാണ്. ഡിസൈൻ വരച്ചിട്ട് കാർവ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ റെഡ് പെയിൻ്റാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നിനക്ക് ഇഷ്ടമുള്ള പെയിൻറ്റ് യൂസ് ചെയ്യാം, ഇഷ്ടമുള്ള ഡിസൈൻസ് യൂസ് ചെയ്യാം. പിന്നെ താമരയ്ക്ക് റെഡ് ഭംഗിയാക്കിയാലോ വിചാരിച്ചിട്ട് ഞാൻ റെഡ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കാർവ് ചെയ്യുന്ന സമയത്ത് നല്ല ഭംഗിയില്ല, അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടെൻഷൻ മേടിക്കേണ്ട. നമുക്ക് ലാസ്റ്റ് അത് ബ്രഷ് കൊണ്ട് നമുക്ക് തന്നെ വൃത്തിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇത് പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടറ്റോ കട്ട് ചെയ്തിട്ട് അപ്പം തന്നെ പ്രിൻറ്റ് ചെയ്യരുത്. അതിൽ ആ ഒരു വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് അത് നമ്മുടെ തുണിയിൽ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഭയങ്കര ബോറാവും ലാസ്റ്റ്. എനിക്ക് അങ്ങനെ അപ്പം പറ്റിയതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. കുറച്ചൊരു ഉണങ്ങി കഴിഞ്ഞിട്ട് പ്രിൻറ്റ് ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, ലാസ്റ്റായിട്ട് ഞാൻ ബ്രഷിൻ്റെ പുറകിൽ പെയിൻറ്റ് എടുത്തിട്ട് ഒന്ന് ഡോട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് കമൻറ്റ്. ഓക്കെ, താങ്ക് യു, ബൈ.